ചെടികൾ മണ്ണിൽ നിന്ന് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് അയോൺ രൂപത്തിലാണ്. അതായത് നൈട്രജൻ വളങ്ങൾ വലിച്ചെടുക്കുമ്പം നൈട്രേറ്റ് രൂപത്തിലായിരിക്കും. അതിപ്പോൾ ജൈവവളമാണെങ്കിലും രാസവളമാണെങ്കിലും ചെടിക്ക് അത് അയോൺ രൂപത്തിൽ മാത്രമേ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ മൂലകങ്ങളും നമ്മൾ ചേർക്കുന്ന സമയവും ചേർക്കുന്ന രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ചേർക്കുന്ന സമയവും. അതായത് ഇപ്പോൾ ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അടിസ്ഥാന വളത്തോടൊപ്പം തന്നെയാണ്. കാരണം അത് അരിഞ്ഞ് ചെടികൾക്ക് കിട്ടുന്ന ഫോസ്ഫേറ്റ് രൂപത്തിൽ കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എല്ലുപൊടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രാജ്ഫോസ് ആണെങ്കിലും കൊടുക്കുമ്പം അടിസ്ഥാന വളത്തോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് അത് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യവും കാൽസ്യവും മഗ്നീഷ്യവും എല്ലാം തന്നെ. പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇലയുടെ അരികെ കരിഞ്ഞു വരും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച മുരടിക്കും, ഉൽപ്പാദനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇലയുടെ പച്ചനിറം മാറി ഹരിതകത്തിൻ്റെ അംശം കുറയും, ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് തന്നെ ചെടിയുടെ വളപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ